ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാ വീടുകളിലും രാമജ്യോതി തെളിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനവും സംസ്കാരവുമാണ് 21-ാം നൂറ്റാണ്ടിലെ രാജ്യ പുരോഗതിയെ നിർണ്ണയിക്കുകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് 2 അമൃത് ഭാരത് ട്രെയിനുകളും 6 വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദർഭംഗ ആനന്ദ് വിഹാർ, മാൾഡ ബംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകളും ബംഗളൂരു കോയമ്പത്തൂർ, മംഗളൂരു മഡ്ഗാവ് ഉൾപ്പെടെയുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുമാണ് ഇന്ന് സർവീസ് ആരംഭിച്ചത്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഗുരുചിന്തകൾ കാലാതീതമായി പ്രസക്തിയുള്ളതും ദേശാതീതമായി ആവശ്യവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശിവഗിരിയിൽ 91-ാം തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിവഗിരിയിൽ നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖുബ. തൃശൂർ ജില്ലയിലെ പുതുക്കാട് പഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് ഇന്നും വിവിധ ജില്ലകളിൽ മികച്ച സ്വീകരണം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയെത്തി. കൊല്ലം ചവറ, ആലപ്പുഴയിൽ ചിങ്ങോലി, കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി, ഇടുക്കി ദേവികുളം, എറണാകുളം ജില്ലയിലെ മുളന്തിരുത്തി, തേവര ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്നത്തെ പര്യടനം. പാലക്കാട് കാരാക്കുറിശി ഗ്രാമപഞ്ചായത്തിലും കണ്ണൂരിൽ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി, കണിച്ചാർ, പേരാവൂർ പഞ്ചായത്തുകളിലും പര്യടനം നടത്തി. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. ജനുവരി 15-നാണ് മകരവിളക്ക്. സംസ്ഥാനത്ത് നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 14 യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റുകൾ നാളെ 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് KSRTC അറിയിച്ചു. സംസ്ഥാനത്തിന് പുറത്തുനിന്നും കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് വിവിധ വിനോദസഞ്ചാര മേഖലകളിൽ വേഗത്തിൽ എത്തിപ്പെടാനായി ഹെലി ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. നിലവിലുള്ള ഹെലിപാഡുകൾ കോർത്തിണക്കിയുള്ള സർവീസുകൾ വിഭാവനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്നത് ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളം കളികളാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ആലപ്പുഴ നീരേറ്റുപുറത്ത് KC മാമൻ മാപ്പിള ട്രോഫിക്കായുള്ള പമ്പ ജലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ 2024-ലെ കലണ്ടർ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പുറത്തിറക്കി. അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, സമ്പദ്വ്യവസ്ഥ, കായികം, വിദ്യാഭ്യാസം, സാങ്കേതിക വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ നരേന്ദ്രമോദി സർക്കാർ കൈവരിച്ച നേട്ടങ്ങളാണ് കലണ്ടറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രാജസ്ഥാനിൽ 22 പേരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ വികസിപ്പിച്ചു. 12 പേർ ക്യാബിനറ്റ് മന്ത്രിമാരായും 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായും 5 പേർ സഹമന്ത്രിമാരുമായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കിരോടിലാൽ മീണ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് തുടങ്ങിയവർ പുതിയ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ സഹകരണ മേഖലയുടെ വികസനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ആനന്ദിൽ നാഷണൽ കോർപ്പറേഷൻ ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് മന്ദിരത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത 85-ലെ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെയും ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 5-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിക്കും. ചിക്കൻ വിഭവങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന. ചിക്കൻ വിഭവങ്ങളിൽ അളവിൽ കൂടുതൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്ത് 4ാമത്തെ കപ്പൽ തീരത്തെത്തി. ഇന്ന് രാവിലെയോടെയാണ് ഷെൻഹുവ 15 വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. തുറമുഖത്ത് സ്ഥാപിക്കേണ്ട ക്രെയിനുകളുമായാണ് ഷെൻഹുവ എത്തിയത്. സ്വമിത്ര പദ്ധതിയുടെ കീഴിൽ 1.25 കോടി ഭൂവുടമസ്ഥ കാർഡുകൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി 2.89 ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ ഡ്രോണുകൾ നിരീക്ഷണം നടത്തി. 18 ലക്ഷത്തോളം പേർക്ക് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാന്റെ കീഴിൽ ഈ വർഷം പരിശീലനം ലഭിച്ചതായും 42 പഞ്ചായത്തുകൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ പുരസ്കാരം വിതരണം ചെയ്തതായും പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എടുക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45-ന്.